പത്തനംതിട്ട തുലാപ്പള്ളി പുളിയൻകുന്നുമലയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് പ്രദേശവാസി കർഷകൻ ബിജു കൊല്ലപ്പെട്ട സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധ സമരത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തത് പെരുന്നാട് കുരിശുമലയിലെ ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടനാണ്. കണമല ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ പ്രസംഗിച്ചത്. നിങ്ങളിട്ടിരിക്കുന്ന കാക്കിയിൽ, നിങ്ങൾ കഴിക്കുന്ന അന്നത്തിൽ ഈ പാവം പിടിച്ച ബിജുവിന്റെ വിയർപ്പിന്റെ അംശമുണ്ട്. അവൻ ഓട്ടോയിൽ പിടിച്ച കൈയുടെ തഴമ്പിന്റെ അംശമുണ്ട്. എന്തേ നിങ്ങൾ ഇതൊക്കെ മറന്നു പോകുന്നു? മനുഷ്യന് വിലയില്ലാത്ത രീതിയിലേക്ക് ഈ കാലഘട്ടത്തെ നിങ്ങളെ ആരെത്തിച്ചു? എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന കാർബൺ ഫണ്ടിന്റെയോ മറ്റേതിന്റെയെങ്കിലൊക്കെ അച്ചാരം പറ്റിക്കൊണ്ട് മലയോര മേഖലയെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റാം. ഇനിയും ഇങ്ങനെ ആകുമെന്ന് ആരും കരുതണ്ട. ഇന്ന് കാണുന്ന ഈ കാട് ഇങ്ങനെങ്കിലും നിൽക്കുന്നത് നിങ്ങളുള്ളത് കൊണ്ടല്ല. ഇവിടെ നിൽക്കുന്ന പാവം പിടിച്ച കർഷകര് അത് വിചാരിച്ചത് കൊണ്ടാ. അവരൊന്ന് മറിച്ചു ചിന്തിച്ചാൽ ഇതൊക്കെ മാറും. അത് വേണോ? നിങ്ങൾ പറ, ആ ഗതികേട് നമുക്ക് വേണോ? ഈ സമരത്തിന്റെ ഏതറ്റം വരെയും പോകും. വേണ്ടി വന്നാൽ ജയിലറകൾക്കുള്ളിൽ ഞങ്ങൾ കിടക്കും. എല്ലാ തവണത്തെ പോലെ ഫൈൻ അടച്ച് ഞങ്ങൾ ഇറങ്ങി വരുമെന്ന് ഇനി ആരും വിചാരിക്കണ്ട. പിച്ചക്കാശെടുത്ത് ഫൈൻ അടയ്ക്കാനുള്ള രീതിയിലേക്ക് ഞങ്ങൾ അടക്കി പൂട്ടി ഇനി വരുമെന്ന് ആരും വിചാരിക്കണ്ട. ജയിലിൽ കിടന്നാൽ ഇതിലും സുഖവും സന്തോഷവും. വല്ലപ്പോഴും കടിക്കാൻ വരുന്ന കൊതുവിനെ പേടിച്ചാൽ മതി. പന്നിയെ പേടിക്കണ്ട, പട്ടിയെ പേടിക്കണ്ട, ആനയെ പേടിക്കണ്ട. ഇച്ചിരി ജോലിയൊക്കെ ചെയ്ത് നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നമ്മള് ആ ജോലിയൊക്കെ അവിടെയും ചെയ്ത് അങ്ങ് ജീവിച്ചാൽ മതി. അതുകൊണ്ട് വെല്ലുവിളിയൊന്നും ആരും ഇങ്ങോട്ട് എടുക്കണ്ട. DFO, കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവരുടെ യോഗത്തിൽ ജനപ്രതിനിധികളോടൊപ്പം നാട്ടുകാർക്ക് വേണ്ടി ശക്തിയുക്തം വാദിച്ചതും ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടനായിരുന്നു. ഒടുവിൽ നാട്ടുകാരുടെ ഡിമാൻഡ് വനം വകുപ്പ് അംഗീകരിക്കുകയും ചെയ്തു. റിപ്പോർട്ടർ, പത്തനംതിട്ട.